ഇപ്രാവശ്യം നിങ്ങൾ എല്ലാവരും നെറ്റ് നേടുക, JRF നേടുക. ഇത് തന്നെ ആകട്ടെ നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണെങ്കിലും നമുക്കൊന്ന് പൊതുവിലൊന്ന് സിലബസിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് ക്ലാസ് ആരംഭിക്കാം എന്ന് തോന്നുന്നു അല്ലെ. എല്ലാവർക്കും സിലബസ് പരിചിതമായിരിക്കും എങ്കിൽ പോലും നമുക്കൊന്ന് പൊതുവിൽ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാമെന്ന് തോന്നുന്നു. നമുക്ക് ആകെ 10 യൂണിറ്റുകളാണ് ഉള്ളത് സിലബസിൽ. എല്ലാവരും നോക്കിയിട്ടുണ്ടാവും അല്ലേ? ഇപ്പോ മലയാള സാഹിത്യം പ്രാരംഭം എന്ന് പറയുന്ന ആദ്യത്തെ യൂണിറ്റ്, പിന്നീട് 20-ാം നൂറ്റാണ്ട് മുതലുള്ള മലയാള കവിതയെക്കുറിച്ച് സംസാരിക്കുന്ന രണ്ടാമത്തെ യൂണിറ്റ്, അതിനുശേഷം കഥാസാഹിത്യമാണ്, പിന്നെ ദൃശ്യകലയും സാഹിത്യവും, കഥകളി, ഓട്ടംതുള്ളൽ എന്നിവയൊക്കെ കടന്നു വരുന്ന ദൃശ്യകലയും സാഹിത്യവും, നാടകം, ചലച്ചിത്രം ഇവയൊക്കെ ഈ യൂണിറ്റിന്റെ ഭാഗമായി വരുന്നതാണ്. പിന്നീട് നാടോടി വിജ്ഞാനീയം എന്ന ഫോക്ലോറിന്റെ നിർവചനങ്ങള്, കലാരൂപം, ഇവയൊക്കെ ആ യൂണിറ്റിൽ വരുന്നവയാണ്. അതിനുശേഷം വരുന്നത് മലയാള നിരൂപണം ആണ് അല്ലെ. ഇപ്പം മലയാള നിരൂപണം അതിന്റെ ആദ്യഘട്ടം മുതൽ ഏറ്റവും പുതിയ മലയാള നിരൂപകരെ വരെ നമുക്ക് ആ ഒരു യൂണിറ്റ് പരിചയപ്പെടേണ്ടതുണ്ട്. പിന്നീട് മറ്റ് സാഹിത്യ വിഭാഗങ്ങൾ എന്ന് പറയുന്ന 7-ാമത്തെ യൂണിറ്റ്, അതില് ജീവചരിത്രം, ആത്മകഥ, യാത്രാ വിവരണം തുടങ്ങിയ മറ്റ് ഇതുവരെ പെടാതിരുന്ന സാഹിത്യ വിഭാഗങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ യൂണിറ്റ് ആണത്. അതിനുശേഷം വരുന്നത് ഭാഷാശാസ്ത്രവും വ്യാകരണവും. ഭാഷാശാസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം അതിൽ കടന്നു വരുന്നുണ്ട്. പിന്നെ വ്യാകരണത്തില് കേരള പാണിനീയത്തിലുമായി ബന്ധപ്പെട്ടവയാ, പിന്നെ ലീലാതിലകത്തിലെ സന്ധികൾ തുടങ്ങി വ്യാകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന യൂണിറ്റ്. അതിനുശേഷം സാഹിത്യ സിദ്ധാന്തങ്ങളും സൗന്ദര്യശാസ്ത്രവും, അതായത് പാശ്ചാത്യ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ, സാഹിത്യ മീമാംസയെ പരിചയപ്പെടലാണ് ആ യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം വരുന്ന 10-ാമത്തെ യൂണിറ്റ്, നമ്മൾ അവസാനത്തെ യൂണിറ്റ് കൊണ്ടാണ് നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. 10-ാമത്തെ യൂണിറ്റ് ആയ കേരള സംസ്കാരം. ആ യൂണിറ്റില് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നതെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് നമുക്ക് യൂണിറ്റ് 10 കേരള സംസ്കാരം എന്താണ് ഉദ്ദേശിക്കുന്നത്? കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് അവിടെ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ പരിചയപ്പെടുക എന്നതാണ് യൂണിറ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സാംസ്കാരിക ചരിത്ര നിർമ്മിതിയുടെ ഉപാദാനങ്ങൾ, പിന്നെ ഭൂമിശാസ്ത്രവും അധിവാസ മേഖലകളും, ഗോത്ര സംസ്കൃതി, പിന്നെ പ്രാചീന രാഷ്ട്രീയ സംസ്കാരം, സംഘകാലം, ഈ യൂണിറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സംഘകാലം. പിന്നീട് കുലശേഖരന്മാരെ കുറിച്ചുള്ളത്, നാട്ടുരാജ്യങ്ങൾ രൂപപ്പെടുന്നത്, അതിനുശേഷം വിദേശാധിപത്യം, തുടർന്ന് സ്വാതന്ത്ര്യ സമരം. ആ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ധാരാളമായി ചോദ്യങ്ങൾ വരാറുണ്ട്. സ്വാതന്ത്ര്യ സമരം, അതായത് നവോത്ഥാന സമരങ്ങളും സ്വാതന്ത്ര്യ സമരങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദ്യ പേപ്പറുകൾ മുൻപേ കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗമൊക്കെ കണ്ടിട്ടുണ്ടോ അല്ലെ? വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടവയൊക്കെ തുടങ്ങി പുന്നപ്ര സമരം, ഇവയൊക്കെ കാലക്രമത്തിൽ ചോദിക്കുന്നത് ഒരു സ്ഥിരം ചോദ്യമാണ്. പിന്നെ ഐക്യ കേരള പിറവി, എങ്ങനെയാണ് കേരളത്തിന്റെ ആദ്യത്തെ ജനാധിപത്യ ഭരണം എങ്ങനെയാണ്, ഇതൊക്കെ. പിന്നീട് സാമൂഹിക സംസ്കാരം, കൃഷി, ഭക്ഷണം, പാർപ്പിടം തുടങ്ങിയ ആ കാര്യങ്ങള്, കലകൾ, ഇതൊക്കെയാണ് പിന്നീട് വരുന്നത്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് മതങ്ങളുടെ സംഭാവനയാണ്. നമ്മുടെ കേരളത്തിൽ കടന്നു വന്ന പ്രധാന മതങ്ങൾ, അവ കേരള സംസ്കാരത്തിന് നൽകിയിരിക്കുന്ന സംഭാവന, ഒപ്പം തന്നെ കേരള സംസ്കാരത്തിന്റെ മതേതരമായ സ്വഭാവവും കൂടി നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. തുടർന്ന് വരുന്നത് മാധ്യമ സംസ്കാരം എന്ന ഭാഗമാണ്. അവിടെ അച്ചടി. അപ്പൊ നമ്മൾ തീർച്ചയായും അച്ചടിയുടെ ചരിത്രം നമ്മൾ ഗദ്യഭാഷ പഠിക്കുന്ന സമയത്ത്, ഗദ്യത്തിന്റെ ആദ്യകാലം പഠിക്കുന്ന സമയത്ത് പറയും. അതിനോടൊപ്പം ഇവിടെയും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് അച്ചടിയുടെ ചരിത്രം, പാഠപുസ്തക കമ്മിറ്റി അല്ലെ, ആശയവിനിമയ രീതികള്, പത്രങ്ങളും മാസികളുടെ ഭാഗത്തു നിന്നൊക്കെ ധാരാളമായി ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ കടന്ന് സിലബസിനെ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക എന്നതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ന് തോന്നുന്നു. പിന്നെ ടെലിവിഷൻ, നവമാധ്യമങ്ങൾ, ഇവയിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പുതിയ മാറുന്ന പരീക്ഷാ രീതി അനുസരിച്ച് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇതാണ് കേരള സംസ്കാരം എന്ന ആ യൂണിറ്റും അതിൽ കടന്നു വരുന്ന
പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ ഉപവിഭാഗങ്ങളും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ക്ലാസ് ആരംഭിക്കാമെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സാംസ്കാരിക ചരിത്ര നിർമ്മിതിയുടെ ഉപാദാനങ്ങളെ കുറിച്ചാണ്. ചരിത്ര നിർമ്മിതിയുടെ ഉപാദാനങ്ങൾ എന്ന് വെച്ചാൽ ചരിത്ര നിർമ്മാണത്തിനായി നാം പ്രയോജനപ്പെടുത്തുന്ന തെളിവുകൾ അല്ലെങ്കിൽ കാര്യങ്ങളെന്ന് നമുക്ക് പറയാം. അതിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് ലിഖിതങ്ങൾ, മറ്റേത് സ്മാരകങ്ങൾ. ഇത് രണ്ടിലും പെടാത്ത കേരള സംസ്കാര ചരിത്ര നിർമ്മിതിയുടെ പ്രധാന ഉപാദാനമാണ് നാണയം. സ്മാരകങ്ങളുടെ ഭാഗത്തിൽ പറയാമെങ്കിലും കൃത്യമായി സ്മാരകമല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനെ മൂന്നാമതൊരു വിഭാഗമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും സാംസ്കാരിക ചരിത്ര നിർമ്മിതിയുടെ ഉപാദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ലിഖിതങ്ങൾ, സ്മാരകങ്ങൾ, പിന്നീട് നാണയങ്ങൾ. ലിഖിതങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കടന്നു വരുന്നു? അതില് സാഹിത്യകൃതികൾ, ഗ്രന്ഥാവലികൾ, സഞ്ചാരക്കുറിപ്പുകൾ, ശാസനങ്ങൾ, ഇവയൊക്കെയാണ് ലിഖിതങ്ങളായി കടന്നു വരുന്നവ. പിന്നീട് സ്മാരകങ്ങൾ, മഹാശിലാവശിഷ്ടങ്ങൾ, കൊട്ടാരങ്ങൾ, കോട്ടകൾ, ദേവാലയങ്ങൾ, ഇവയൊക്കെ എന്താണ്? സ്മാരകങ്ങളാണ്. ഇവ കൂടാതെ നാണയങ്ങളും കേരള സാംസ്കാരിക ചരിത്ര നിർമ്മിതിയുടെ പ്രധാനപ്പെട്ട ഉപാദാനമാണ്. ഇവ ഓരോന്നിനെയും നമുക്ക് പരിചയപ്പെട്ടു വരാം. ആദ്യത്തേത് സാഹിത്യകൃതികൾ. സാഹിത്യകൃതികളിൽ തന്നെ ആദ്യം നാം കാണുന്നത് സംസ്കൃത സാഹിത്യത്തെ കുറിച്ചാണ്. അപ്പോൾ സംസ്കൃത സാഹിത്യത്തിൽ കേരള ചരിത്ര നിർമ്മിതിയെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് നാം പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേത് കേരളത്തെ പരാമർശിക്കുന്ന ആദ്യത്തെ സംസ്കൃത കൃതി ഐതരേയ ആരണ്യകമാണെന്ന് വിശ്വസിക്കുന്നു. കേരളത്തെ പരാമർശിക്കുന്ന ആദ്യത്തെ സംസ്കൃത കൃതിയായി പരിഗണിക്കപ്പെടുന്നത് ഐതരേയ ആരണ്യകമാണ്. കൂടാതെ ഭാരതത്തിന്റെ ഇതിഹാസ ഗ്രന്ഥങ്ങളായ രാമായണം, മഹാഭാരതം എന്നിവയിൽ കേരള പരാമർശം കാണാം. വളരെ കൃത്യമായി തന്നെ രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ കേരളത്തെ പറ്റിയിട്ടുള്ള, കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തെ പറ്റിയിട്ടുള്ള പരാമർശങ്ങൾ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. സീതാന്വേഷണത്തിനായി കേരളത്തിലും മറ്റും പോകണമെന്ന് സുഗ്രീവൻ നിർദ്ദേശിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. ഇനി കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പെരിയാറിനെ പറ്റി പരാമർശമുണ്ട്. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രം സംസ്കൃതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അതില് പെരിയാറിനെ പറ്റി പരാമർശമുണ്ട്. ചോദ്യം ചോദിക്കട്ടെ, ഈ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പെരിയാറിന്റെ പേരെന്താണെന്ന് അറിയാവോ ആർക്കെങ്കിലും? ചൂർണിയാണോ മിസ്സേ? അതേലോ. അപ്പൊ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പെരിയാറിനെ ഏത് പേരിലാണ് പരാമർശിച്ചിരിക്കുന്നത്? ചൂർണി എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. ചൂർണിയിലെ മുത്തുകൾ കൗടില്യന്റെ കാലത്ത് ഒരു വിശേഷപ്പെട്ട വസ്തുവായിട്ട് അതില് പരാമർശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ഈ വായു, മത്സ്യ, പത്മ, സ്കന്ദ പുരാണങ്ങൾ ഇവയൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള പുരാണങ്ങളിലും കേരളത്തെ പറ്റിയിട്ടുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് വരുമ്പോ സംസ്കൃതത്തിലെ പ്രധാന കവി അല്ലെ, കാളിദാസന്റെ രഘുവംശത്തിലും എന്തിനെ പറ്റി പരാമർശമുണ്ട്? കേരളത്തെ പറ്റി പരാമർശമുണ്ട്. കേരളത്തിന്റെ പഴയ ഒരു പ്രധാന തുറമുഖമായിരുന്നു മുസിരീസ് അല്ലെ. അപ്പൊ മുസിരീസിനെ മുരജി എന്ന പേരില് കാളിദാസന്റെ രഘുവംശത്തില് പരാമർശിച്ച് കാണുന്നുണ്ട്. അത്തരത്തിലുള്ള പരാമർശങ്ങൾ നമുക്ക് സാഹിത്യത്തിൽ, പ്രത്യേകിച്ച് സംസ്കൃത സാഹിത്യത്തിൽ, ആദ്യകാല സംസ്കൃത സാഹിത്യത്തിൽ കേരളത്തെ കുറിച്ച് കാണാനാകും. പിന്നെ വളരെ പ്രധാനപ്പെട്ട 2 നാടകങ്ങളാണ് കുലശേഖരവർമ്മയുടെ തപതി സംവരണവും സുഭദ്രാ ധനഞ്ജയവും. ഈ നാടകങ്ങളിലും കേരളത്തെ പറ്റിയിട്ടുള്ള പരാമർശം കാണാം. പിന്നെ ശങ്കരനാരായണന്റെ ലഘുഭാസ്കരീയം മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. ഇതിലും എന്തുണ്ട്? നമ്മുടെ കേരളത്തിന്റെ സൂചനകൾ, ജ്യോതിഷപരമായ സൂചനകളൊക്കെയുള്ള ഒരു ഗ്രന്ഥമാണ് ലഘുഭാസ്കരീയം എന്ന് പറയുന്നത്. അതിനകത്ത് കേരളത്തിനെ പറ്റിയിട്ടുള്ള പരാമർശം നമുക്ക് കാണാൻ സാധിക്കും. ഇവയൊക്കെ കേരളത്തെ പറ്റിയുള്ള പരാമർശം അല്ലെങ്കിൽ കേരളത്തിനെ പറ്റിയിട്ടുള്ള സൂചനകളൊക്കെ തരുന്ന സാഹിത്യ ഗ്രന്ഥങ്ങളായിരുന്നുവെങ്കിൽ
ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരള ചരിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ കേരള ചരിത്ര രചനയിൽ ഏറ്റവും അധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സംസ്കൃത സാഹിത്യ ഗ്രന്ഥത്തെക്കുറിച്ചാണ്. ഏതാണത്? അത് മൂഷിക വംശമാണ്. കേട്ടിട്ടുണ്ടാവും അല്ലെ? എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്ന ഒരു ഗ്രന്ഥമാണ് മൂഷിക വംശം. കേരള ചരിത്രത്തെ പറ്റി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കൃത ഗ്രന്ഥം അതാണ് മൂഷിക വംശം. ആരാണ് രചിച്ചത്? അതുലനാണ് രചിച്ചത്. അതുലനെ പറ്റി പറയുകയാണെങ്കിൽ ഈ മൂഷിക വംശത്തിന്റെ കൊട്ടാരത്തിലെ കവിയായിരുന്നു അതുലൻ എന്നാണ് കരുതപ്പെടുന്നത്. മൂഷിക വംശം രചിക്കപ്പെടുന്നത് 11ാം നൂറ്റാണ്ടിലാണ് എന്ന് വിശ്വസിക്കുന്നു. ഈ ഗ്രന്ഥത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത് ശ്രീമൂലവാസം എന്ന ബുദ്ധവിഹാരത്തെ പറ്റി ആധികാരികമായ ചില വിവരങ്ങൾ ഈ ഗ്രന്ഥം നൽകുന്നുണ്ട് എന്നതാണ്. ശ്രീമൂലവാസം കേരളം എന്ന ഭൂപ്രദേശത്തെ ഏറ്റവും പ്രധാന ബുദ്ധവിഹാര കേന്ദ്രമായിരുന്നു അത്രേ ശ്രീമൂലവാസം. ഒരു കടലെടുത്തു പോയി ശ്രീമൂലവാസം എന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയുള്ള ശ്രീമൂലവാസത്തെ പറ്റി വളരെ ആധികാരികമായ ചില വിവരങ്ങൾ നൽകുന്ന ഗ്രന്ഥമാണിത് മൂഷിക വംശം എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് മൂഷിക വംശത്തെ പറ്റി പൊതുവായി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് സംസ്കൃത കൃതികളെ കൂടി പറഞ്ഞേക്കാം. ലക്ഷ്മിദാസന്റെ ശുഗസന്ദേശം, ദാമോദര ചാക്യാരുടെ ശിവവിലാസം, പിന്നീട് ലീലാതിലകം. ലീലാതിലകത്തിലും നമുക്ക് എന്തിനെ പറ്റി കാണാൻ സാധിക്കും? കേരളത്തെ പറ്റിയിട്ടുള്ള സൂചനകൾ കാണാൻ സാധിക്കും കേട്ടോ. അതായത് കോതമാർത്താണ്ഡൻ, രവിവർമ്മ എന്നീ വേണാട്ട് രാജാക്കന്മാരെ പറ്റി പരാമർശിക്കുന്ന ശ്ലോകങ്ങൾ ഉദാഹരണങ്ങളായിട്ട് ലീലാതിലകത്തിൽ കാണാം. അപ്പോ അതൊക്കെ കേരളത്തെ ചരിത്രത്തെ പറ്റി നമുക്ക് തരുന്ന സൂചനകളാണ്. പിന്നെ ഉദ്ദണ്ഡ ശാസ്ത്രിയുടെ കോകില സന്ദേശം, ഇവയിലൊക്കെ കേരളത്തെ പറ്റി പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. സംസ്കൃത കൃതികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേരള സാംസ്കാരിക ചരിത്ര നിർമ്മിതിക്ക് സഹായകമായി മാറിയ തമിഴ് കൃതികളെ കുറിച്ചാണ്. തമിഴ് കൃതികളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം പറയേണ്ടത് സംഘകാല കൃതികളെ പറ്റിയിട്ടാണ്. സംഘകാല കൃതികൾ, തമിഴ് കൃതികളെന്ന് പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് അവയെ വിളിക്കാൻ സാധിക്കുകയില്ല. തമിഴ് ഭാഷയിൽ രചിക്കപ്പെട്ടുവെങ്കിലും ആ കവികളിൽ മിക്കവരും കേരളീയരായിരുന്നു എന്നാണ് നമ്മുടെ ചരിത്രകാരന്മാരുടെ കണ്ടെത്തൽ. അങ്ങനെയുള്ള സംഘസാഹിത്യം നമുക്ക് കേരള ചരിത്ര രചനയ്ക്ക് വേണ്ടി ഏറ്റവും അധികം സംഭാവനകൾ നൽകിയിട്ടുള്ള കൃതികളാണ്. അതിൽ പ്രധാനപ്പെട്ടവ പതിറ്റുപത്ത്, അകനാനൂറ്, പുറനാനൂറ് എന്നീ സംഘകാല കൃതികളിൽ ചേര രാജ്യത്തെ പറ്റിയും രാജാക്കന്മാരെ പറ്റിയും പരാമർശമുണ്ട്. ഇവ നമ്മളിപ്പോ ഒന്ന് പുറമേ നിന്ന് മാത്രമേ സംഘകാല കൃതികളെ പരിചയപ്പെടുന്നുള്ളൂ. ഇതിനുശേഷം ഉപാദാനങ്ങൾക്ക് ശേഷം സംഘകാലത്തെ പറ്റി ആ കാലഘട്ടത്തിലെ ജീവിതം, കൃതികൾ എന്നിവയെ പറ്റി വളരെ വിശദമായി നാം ചർച്ച ചെയ്യുന്നുണ്ടാവും. ഇപ്പോ ഈ ഉപാദാനങ്ങൾ എന്ന നിലയിൽ മാത്രം സംഘകാല കൃതികളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോ പതിറ്റുപത്ത്, അകനാനൂറ്, പുറനാനൂറ് എന്നീ സംഘകാല കൃതികളിൽ ചേരരാജ്യത്തെ പറ്റിയും രാജാക്കന്മാരെ പറ്റിയും കൃത്യമായ പരാമർശം നമുക്ക് കാണാൻ സാധിക്കും. ഇവയിൽ ഏറ്റവും പ്രധാനം ഏതാണ്? പതിറ്റുപത്താണ്. പതിറ്റുപത്ത് പേര് സൂചിപ്പിക്കും പോലെ 10 കാവ്യങ്ങളായിരുന്നു അല്ലെ. അപ്പൊ ഇതിലെ ഓരോ 10ഉം ഓരോ ചേര രാജാവിനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ളതാണ്. ആദ്യത്തെ 10ഉം അവസാനത്തെ 10ഉം നമുക്ക് ലഭിച്ചിട്ടില്ല എന്നത് ഒരു പ്രധാന വസ്തുതയാണ്. പിന്നെയോ ആദി ചേര രാജാക്കന്മാരായ ഇമയവരമ്പൻ ചേരലാതൻ, ഉദിയൻ ചേരലാതൻ, കടൽപ്പുറ കൊട്ടിയ ചെങ്കുട്ടുവൻ തുടങ്ങിയവരെ പറ്റിയുള്ള വിവരങ്ങൾ പതിറ്റുപത്തിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. വ്യക്തമാണല്ലോ. അകനാനൂറ് എന്താണ്, പുറനാനൂറ് എന്താണെന്നൊക്കെ നമുക്ക് വിശദമായി ഇനി വരുന്ന ക്ലാസ്സുകളിൽ സംഘകാലത്തെ പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് പറയാം. നമുക്ക് പതിറ്റുപത്ത്, വളരെ പ്രധാനപ്പെട്ട സാംസ്കാരിക ചരിത്ര നിർമ്മിതിയിൽ സഹായകമായ കൃതിയായ പതിറ്റുപത്ത്, അതിലെ ഓരോ 10ഉം ഓരോ ചേര രാജാവിനെ കുറിച്ച് പറയുന്നുവെങ്കിൽ അതിലെ ആദ്യത്തെ 10ഉം അവസാനത്തെ 10ഉം നമുക്ക് ലഭിച്ചിട്ടില്ല. പിന്നീടോ ആദിചേര രാജാക്കന്മാരായ ഇമയവരമ്പൻ ചേരലാതൻ, ഉദിയൻ ചേരലാതൻ, കടൽപ്പുറ കൊട്ടിയ ചെങ്കുട്ടുവൻ തുടങ്ങിയ പ്രധാന ചേര രാജാക്കന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതും ഈ ഗ്രന്ഥമാണ്.
വ്യക്തമായി എന്ന് കരുതുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തമിഴ് കൃതിയാണ് ചിലപ്പതികാരം. ചിലപ്പതികാരത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഇളങ്കോ അടികൾ രചിച്ചതാണ് ഇതെന്ന് കരുതപ്പെടുന്നു. ഇളങ്കോ അടികളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? അദ്ദേഹം ഒരു ജൈന കവിയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഇളങ്കോടികൾ പ്രധാനപ്പെട്ട ഒരു തമിഴ് കവി. അദ്ദേഹം ഒരു ജൈന മതവിശ്വാസിയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്. എന്താണെങ്കിലും ചിലപ്പതികാരം ഇളങ്കോടികളാണ് രചിച്ചത്. തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങളിൽ ഒന്നാണ് ചിലപ്പതികാരം. തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? തമിഴിലെ 5 മഹാകാവ്യങ്ങൾ, അവയിൽ ഒന്നാണ് ഇത് ചിലപ്പതികാരം. അപ്പോ ചിലപ്പതികാരത്തിൽ നമുക്ക് എന്തിനെ പറ്റിയിട്ടുള്ള, കേരളത്തെ പറ്റിയിട്ടുള്ള പ്രധാന വിവരങ്ങൾ കാണാൻ സാധിക്കും. ചിലപ്പതികാരത്തിന്റെ ഇതിവൃത്തത്തില് ചേര, ചോള, പാണ്ഡ്യം എന്നീ 3 രാജ്യങ്ങളിലായിട്ടാണ് എന്ത് നടക്കുന്നത്? കഥ നടക്കുന്നത്. അതില് വഞ്ചികാണ്ഡം എന്ന അവസാന ഭാഗത്താണ് കേരള വർണ്ണനയ്ക്ക് വിഷയമായി മാറുന്നത്. വ്യക്തമായി എന്ന് കരുതുന്നു.